ഈ പുണ്യഭൂമിയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി. എൻ്റെ പേര് ബോണി. ഞാൻ കുത്താട്ടുകുളത്ത് നിന്ന് വരുന്നു. ഞാനൊരു ഓർത്തഡോക്സ് സഭാംഗമാണ്. ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചാൽ, ജീവിതത്തിലെ എല്ലാ വഴികളും അടഞ്ഞൊരു സമയത്ത് ആണ് ഒരു കൃപാസന പത്രം കിട്ടുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്താണ് ഞാനും എൻ്റെ ആൻറ്റിയും കൂടെ 2023 ജൂൺ 16 ഇവിടെ ആദ്യമായി വരുന്നത്. സോ ഫസ്റ്റ് ഉടമ്പടി എടുത്തപ്പോൾ എല്ലാവരെയും പോലെ തന്നെ അത് 100% കൊണ്ടുപോകാൻ സാധിച്ചില്ല. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യമൊന്നും സംഭവിച്ചില്ല. പക്ഷേ ഒന്നാം പ്രാവശ്യം പുതുക്കലിലാണ് ഉടമ്പടിയെക്കുറിച്ച് കൂടുതൽ അറിയാനും അതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യാനും സാധിച്ചത്. സോ അതിൻ്റെ ഫലമായി ഞാൻ ഉടമ്പടിയിൽ വെച്ച 2-3 കാര്യങ്ങളുണ്ടായിരുന്നു. ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ OET പാസ്സാവുക. ബേസിക്കലി ഞാനൊരു നേഴ്സാണ്. അപ്പം ടീച്ചിങ് ആയിരുന്നു പ്രൊഫഷൻ. എന്നാൽ കൂടിയും പുറത്ത് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഫസ്റ്റ് കടമ്പ OET ആണ്. അപ്പോൾ എനിക്ക് ട്വിൻ ബോയ്സ് ആണുള്ളത്. അതുകൊണ്ട് വലിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലൊന്നും പഠിക്കാൻ പറ്റില്ല. കാരണം പിള്ളേർക്ക് എപ്പോഴേലും അസുഖമാവും, വീട്ടിൽ എപ്പോൾ വിളിച്ചാലും വരേണ്ട ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അധികാരം പാസ്സാവാത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു സെലക്ട് ചെയ്തത്. പക്ഷെ അപ്പോഴും എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഉടമ്പടിയിലാണ്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഞാൻ പാസ്സാകുമെന്ന്. സോ അതൊരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നു. അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പം അച്ഛൻ പറഞ്ഞു, എല്ലാവരും 2-3 മാസം പഠിച്ചിട്ടാണ് എഴുതുന്നത്, ഇതൊരു 20 days അല്ലേ ഉള്ളൂ, പാസ്സാവുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ പാസ്സാവും. സോ അങ്ങനെ ഒരു 20 ദിവസം മാത്രമേ എനിക്ക് കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പല പ്രശ്നങ്ങളും പിള്ളേരുടെ കാര്യങ്ങളായതുകൊണ്ട്. അങ്ങനെ ഞങ്ങളൊരു 14 പേർ എക്സാം എഴുതി, 2 പേരാണ് പാസ്സായത്. അതിലൊരാൾ ഞാനായിരുന്നു. അപ്പോൾ അമ്മ മാതാവ് ആ അനുഗ്രഹം തന്ന് എല്ലാ മൊഡ്യൂൾസും അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം ഓരോ സിസ്റ്റം കയറും, ലൈക്ക് പുതിയ ഓരോ ലൈക്ക് ഇവാലുവേഷൻ സിസ്റ്റം വരുന്നതിൻ്റെ ബേസിസിൽ അത്ര എളുപ്പമായിരുന്നില്ല. അങ്ങനെ OET പാസ്സായി. സോ ആദ്യത്തെ കടമ്പ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇൻ്റർവ്യൂസ് ഒന്നും വരുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓപ്റ്റ് ചെയ്ത് അയർലൻഡായിരുന്നു. ഒരു 3-4 മാസത്തേക്ക് ഇൻ്റർവ്യൂ ഒന്നും വരുന്നില്ലായിരുന്നു. അപ്പോൾ ആകെപ്പാടെ കഷ്ടപ്പാടായി. പിന്നെ ഞാൻ എൻ്റെ സ്പെഷ്യാലിറ്റി സൈക്യാട്രി ആയതുകൊണ്ടും എനിക്ക് ക്ലിനിക്കൽ ഫീൽഡിൽ അധികം എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. ടീച്ചിങ്ങിലൊരു 9 years ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് മിഡിൽ ഈസ്റ്റുകാർക്ക് കൂടുതൽ പ്രെഫറൻസ് കൊടുത്ത്, അവർ 6-7 വർഷമുള്ള ആൾക്കാർക്ക് പ്രെഫറൻസ് കൊടുത്തു. അപ്പോഴെനിക്ക് 2-3 വർഷം മാത്രമേ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് എൻ്റെ രണ്ടാമത്തെ പുതുക്കലിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഞാൻ മെയിലൊന്നും നോക്കാത്ത ഒരാളാണ് പൊതുവേ. സോ ഒരു ദിവസം ഇങ്ങനെ ആരോ എന്നോട് പറയുന്നുണ്ട് മെയിലൊന്ന് തുറന്നു നോക്കാൻ. സോ മെയിൽ ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ കാണുന്നത് എനിക്കൊരു സൂമിൽ ഇൻ്റർവ്യൂ കോളായിരുന്നു. സോ അങ്ങനെ അയർലൻഡിലെ ഒരു നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ എനിക്ക് അവിടെ ജോലി കിട്ടി. സോ അതും അമ്മയുടെ വലിയ അനുഗ്രഹം കൊണ്ടാണ് കിട്ടിയത്. സോ മൂന്നാമതായിട്ട് എനിക്ക് സിസേറിയൻ ആയിരുന്നു എമർജൻസി. അത് കഴിഞ്ഞ് എനിക്ക് ഫുൾ നടുവേദനയായിരുന്നു, ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. സോ ഞാൻ ആദ്യത്തെ ഉടമ്പടി വെച്ചായിരുന്നു, നടുവേദനയുടെ കാര്യം വെച്ചായിരുന്നു. അപ്പോൾ ആദ്യത്തെ വർഷം തന്നെ എനിക്ക് ജപമാല റാലിയിൽ പങ്കെടുക്കാൻ സാധിച്ചു. സോ അതിനുശേഷം എനിക്കങ്ങനെ നടുവേദന ഉണ്ടായിട്ടില്ല. തുടർച്ചയായിട്ട് ഞാൻ ഈ വർഷവും പങ്കെടുത്തു. അങ്ങനെ 3 വർഷം ജപമാല റാലി എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. അത്രയും കിലോമീറ്റേഴ്സ് നടന്നിട്ടൊന്നും എനിക്കൊന്നും നടുവേദന വന്നില്ല. അതുപോലെ ഹോസ്പിറ്റൽ വർക്ക് ഇപ്പോൾ ചെയ്യുമ്പോഴാണെങ്കിൽ കൂടെയും എനിക്ക് നടുവേദന വരാറില്ല. സോ ഇങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് സാധിച്ചു തന്നു. അതുപോലെ പ്രാർത്ഥനാ ജീവിതം കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെട്ടു. അതുപോലെ മാതാവിനെക്കുറിച്ച് അറിയാവുന്നവരോടൊക്കെ മാതാവിനോട്ട് അടുപ്പിക്കാൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഞാനിപ്പോൾ അയർലൻഡിലാണെങ്കിലും അവിടെയുള്ള എല്ലാവർക്കും മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും. അതുപോലെ ഇവിടുത്തെ ഇംഗ്ലീഷ് എഡിഷൻ ന്യൂസ് പേപ്പറൊക്കെ കൊണ്ടുപോയി കൊടുത്തായിരുന്നു. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അതുപോലെ ഒരു ദിവസം അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അച്ഛൻ്റെ ലൈക്ക് ഡെയിലി ബ്രെഡ് കണ്ടിട്ടാണ്. അതുപോലെ തന്നെ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് വിശുദ്ധതൈലം ഉപയോഗിക്കും. ഈ 1 വർഷമായിട്ട് മരുന്നുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല. അതായത് അവിടെ അറിയാം, നിങ്ങൾക്ക് അവിടെ എക്സ്ട്രീം കോൾഡാണ്. സോ ഒരു മരുന്ന് ഉപയോഗിക്കേണ്ടി വന്നില്ല. ഈ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചാണ്. ഒരു പനിയോ അങ്ങനെ ഒരു സംഭവങ്ങളോ ഫ്ലൂ ഒന്നും വന്നിട്ടില്ല. ഈ വിശുദ്ധ വസ്തുക്കളുടെ ഉപയോഗം മൂലം എല്ലാവിധ അപകടങ്ങളിൽ നിന്നും എല്ലാത്തിൽ നിന്നും രക്ഷപ്പെട്ടു. അതുപോലെ കുറേ ആൾക്കാർക്ക് മാതാവിനെ കൊടുക്കാൻ സാധിച്ചു.
പിന്നെ പള്ളിയിൽ പോകുന്ന കാര്യമാണെങ്കിൽ നമുക്ക് ഓഫ് ഡേയ്സിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. സോ അത് റെഗുലറായിട്ട് പോയി. അപ്പോൾ അവിടുത്തെ ആൾക്കാർ തന്നെ ചോദിക്കുമായിരുന്നു, അവിടെ ആരും അങ്ങനെ യങ്സ്റ്റേഴ്സ് അവിടെ പള്ളിയിൽ വരാറില്ല. സോ ചോദിക്കുമായിരുന്നു, നിങ്ങൾ എവിടെ നിന്നാണ് എന്താ അങ്ങനെ. അപ്പം മാതാവിനെക്കുറിച്ച് അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു. സോ ഇനിയും 2 കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അതേതായാലും അടുത്ത വർഷം ഞാൻ ഇവിടെ ഈ മാതാവിൻ്റെ അൾത്താരയിൽ തന്നെ വന്ന് ഞാൻ സാക്ഷ്യം പറയും. എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ അമ്മ മാതാവ് അതെനിക്ക് സാധിച്ചു തരുമെന്ന്. സോ ഇത്രയും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്ന അമ്മ മാതാവിന് 1000 നന്ദി. കാരുണ്യ പ്രവർത്തികൾ ഇപ്പം അവിടെയാണെങ്കിലും ആരുമില്ലാത്ത ആൾക്കാരുണ്ട്. സോ അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഇന്ന മന്ത്ലി അവർക്ക് ഒരു എമൗണ്ട് കൊടുക്കും. പിന്നെ അതുപോലെ നമ്മുടെ ഇംഗ്ലീഷ് എഡിഷൻ ന്യൂസ് പേപ്പർ അവിടുത്തെ പള്ളികളിലൊക്കെ കൊണ്ട് കൊടുക്കും. അവർക്കൊക്കെ നല്ല സ്വീകാര്യതയാണ് അമ്മ മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ. സോ നമ്മളെല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നതുകൊണ്ടും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടും ഒത്തിരി ആൾക്കാർ ഈ നമ്മുടെ കൃപാസനത്തിനെക്കുറിച്ചും എല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ അമ്മയെ കൂടുതൽ പ്രകൃതിക്കാൻ എനിക്ക് സാധിച്ചു. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഇപ്പോഴാണെങ്കിലും ഞാൻ ഈ റീസെൻ്റ്ലി ഡാഡിയെ കൂടെ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണെങ്കിലും അവിടെ ഞാൻ കണ്ടു എൻ്റെ കൂടെ പഠിച്ച് OET പാസ്സായി ഹൈസ്കോറോട് പാസ്സായ ആൾക്കാർ ഇപ്പോഴും പോകാൻ സാധിക്കാതെ നിൽക്കുന്നത്. അതുപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ലൈക്ക് OET പാസ്സായാലും അവിടെ കയറണമെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. അതിന് 2 അറ്റംപ്റ്റേ ഉള്ളൂ. സോ അതിലും ഫെയിലായിട്ട് നാട്ടിൽ വന്ന കുറേ പിള്ളേരെ എനിക്കറിയാം. സോ ഇത്രയൊക്കെ നോക്കുമ്പോൾ അമ്മ ഇത്രയും ഉയർത്തി, ഒരു കഴിവില്ലാതെ എന്നെ ഇത്രയും ഉയർത്തി എനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റ് OET തന്നു. അതുപോലെ എനിക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനും എനിക്കൊരു മിറാക്കിളായിട്ട് എന്നെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. സോ ഇങ്ങനെയൊക്കെ ജോലിയൊക്കെ തന്നു. എല്ലാ കാര്യങ്ങളിലും എന്നെ വഴി നടത്തുന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായം 9-ാം തിരുവചനം. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല. എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ്, എഫ്രായിം എൻ്റെ ആദ്യജാതനും. ബോണി ബേബി എന്ന ഈ മകൾ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്നുള്ള ഒരു വലിയ പ്രാർത്ഥനയോടെ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ മകൾക്കുണ്ടായ ജീവിതത്തിലെ വലിയ വലിയ അത്ഭുതങ്ങളെക്കുറിച്ചാണ് ബോണി ഇവിടെ നമ്മോട് പങ്കുവച്ചത്. 2ാമത്തെ പുതുക്കലിലാണ് ഒരു വലിയ അത്ഭുതം ബോണിക്ക് സംഭവിച്ചത്. OET പാസ്സാകണമെന്നുള്ള ഒരു വലിയ ഉദ്ദേശത്തോടെയാണ് വന്നതെങ്കിലും തൻ്റെ ജീവിതത്തിലുണ്ടായ വലിയ വലിയ ആധ്യാത്മിക മാറ്റത്തെയും അത്ഭുതത്തെയും കുറിച്ചാണ് ബോണി എടുത്തെടുത്ത് നമ്മോട് പങ്കുവെച്ചുകൊണ്ടിരുന്നത്. 2ാമത്തെ പുതുക്കലിൽ OET പാസ്സായി. അതുപോലെ തന്നെ വളരെയധികം പേരെ ഈശോയിലേക്ക് അടുപ്പിക്കുവാനായിട്ട് ബോണിക്ക് ഈ ഒരു OET എന്ന പരിശ്രമം, അല്ലെങ്കിൽ താൻ എഴുതിയിട്ടുള്ള എല്ലാ പരീക്ഷകളും മറ്റുള്ളവരെ സഹായിക്കുവാനും ഈശോയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാനും പരിശുദ്ധ അമ്മയെക്കുറിച്ച് കൂടുതൽ പറയുവാനുമൊക്കെയുള്ള വലിയ സാധ്യതകളായിട്ടാണ് ബോണി നമ്മോട് പങ്കുവയ്ക്കുന്നത്. ഒരു ഉറപ്പിൻ്റെ അനുഭവമാണ്. താൻ എത്ര തന്നെ പരിശ്രമിച്ച് പരാജയപ്പെട്ട ഏത് കാര്യം തന്നെയായാലും ഉടമ്പടിയിലൂടെ നാം ഒപ്പുവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നമുക്ക് വേണ്ടി നൽകുന്ന വലിയ വലിയ അത്ഭുതങ്ങളും വൻകാര്യങ്ങളും നമുക്കിവിടെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാം. അതാണ് ഈ പ്രത്യക്ഷീകരണ സാക്ഷിയാകുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത. ഒരുപാട് മക്കളാണ് ഞങ്ങളുടെ ഒരു സാക്ഷ്യത്തിന് വേണ്ടി, ഞങ്ങളുടെ ഒരു സാക്ഷ്യം പറയാനായി ഒരുപാട് കാത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ എല്ലാം പ്രാർത്ഥനകളെ സഫലമാക്കണമേ എന്ന് നമുക്ക് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. 14 പേരെഴുതിയ ഒരു വലിയ OET ടെസ്റ്റിൽ ഈ മകൾക്ക് 2 പേർ സെലക്റ്റഡ് ആയപ്പോൾ അതിലൊന്ന് ബോണിയായിരുന്നു. അതൊരു യാദൃശ്ചികമായൊരു തിരഞ്ഞെടുപ്പല്ല, അത് ഉടമ്പടിയുടെ തിരഞ്ഞെടുപ്പാണ്. കാരണം ഉടമ്പടി എടുക്കുന്ന ആ ഉറപ്പ് ബോണിക്ക് നന്നായി അറിയാമായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത വ്യക്തിയാണ്, അതുകൊണ്ട് എനിക്ക് പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് ഈ അത്ഭുതം എനിക്ക് വേണ്ടി സംഭവിക്കുമെന്നുള്ളൊരു വലിയ ഉറപ്പ് ബോണിക്കുണ്ട് എന്നുള്ള ആ ഒരു വലിയ നിശ്ചയദാർഢ്യം വരുന്നത് നമ്മുടെ ജീവിതാവസ്ഥകളിൽ നിന്നാണ്. നമ്മുടെ പഴയ കാലത്തിലേക്ക് എത്തിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം, ഞാൻ അങ്ങനെയായിരുന്നില്ല, ഞാനിപ്പോൾ ഈശോയിലേക്ക് കൂടുതൽ അടുത്തു, പരിശുദ്ധ അമ്മ എന്നെ കൂടെ നടക്കുന്നുണ്ട്. എനിക്ക് എത്ര തന്നെ മെറിറ്റ് ഇല്ലെങ്കിലും എൻ്റെ അയോഗ്യതകളിലെല്ലാം കൃപ നിറഞ്ഞിട്ടുള്ള ഒരു വലിയ വിജയമാണ് ഇന്ന് ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്നത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെ പെട്ടെന്നാണ് 2ാമത്തെ പുതുക്കലിൽ OET പാസ്സാവുകയും 3ാമത്തെ പുതുക്കലിൽ ഈ മകൾക്ക് അയർലൻഡിൽ പോകാനുള്ള എല്ലാ സാധ്യതകളും നൽകി അനുഗ്രഹിക്കുകയും ചെയ്തത്. 3 വർഷമായിട്ടുണ്ടായിരുന്ന കണ്ടിന്യൂസ് ആയി ഉണ്ടായിരുന്ന നടുവേദന ഇന്ന് അതിൻ്റെ അല്പം പോലും വേദനയോ ലാഞ്ചനയോ ഇല്ല. ഇവിടെ ഇന്ന് കൊണ്ടുപോയിട്ടുള്ള എല്ലാ നേർച്ച വസ്തുക്കളും
വളരെ ഔഷധമായി ആൻറ്റിബയോട്ടിക്കായി മകൾ ഉപയോഗിക്കുമ്പോൾ 3 വർഷത്തെയും ജപമാല റാലിയിൽ പങ്കെടുത്ത് യാതൊരു ക്ഷീണവും കൂടാതെ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുവാനും ഈശോയെ സ്തുതിച്ച് പാടുവാനുമുള്ള വലിയ ഒരു സാധ്യതയുണ്ടായി എന്ന് ഈ മകൾ ഏറ്റു പറയുന്നു. നമുക്കറിയാം, ജപമാല റാലിയിൽ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും അഖണ്ഡ ജപമാലകൾ ഉയരുകയാണ്. എല്ലാ ദേവാലയങ്ങളിലും എപ്പോഴും 24 മണിക്കൂറും ഏതെങ്കിലും ഒരു ദേവാലയങ്ങളിൽ വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ ബലികളോട് ചേർത്തുമാണ് നമ്മുടെ ജപമാലകൾ നാം കൂട്ടിവെക്കുന്നത്. ഈശോയില്ലാതെ പരിശുദ്ധ അമ്മയില്ല, പരിശുദ്ധ അമ്മയില്ലാതെ ഈശോയില്ല. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയിൽ നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം. മാതാവിനെക്കുറിച്ച് പറയാനുള്ള ഈശോയുടെ അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും അന്വർത്ഥമാകാനുള്ള ഒരുപാട് സാഹചര്യങ്ങളെ നമ്മുടെ ഈ പത്രവിതരണത്തിലൂടെ നമുക്ക് സാധിച്ചെടുക്കാം. നാം ഓരോ പത്രം കൊടുക്കുമ്പോഴും ഈശോയുടെ അത്ഭുതങ്ങളെയും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ വലിയ മഹാകാര്യങ്ങളെയും മഹാനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു എന്നാണ് പരിശുദ്ധ അമ്മ മാഗ്നിഫിക്കാത്ത സ്തോത്രഗീതത്തിൽ പാടുന്നത്. അതുപോലെ നമുക്കും പാടുവാനുള്ള സ്തുതിക്കുവാനുള്ള ഒരു വലിയ സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഈ മകൾ പറയുകയുണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ഫെയിലായ ഒരുപാട് മക്കളെ കണ്ടുമുട്ടുവാൻ ഇടയായി. അവരെല്ലാം ഇന്നും വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. വളരെ പെട്ടെന്നായിരുന്നു ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ഈ മകൾക്ക് ബോണിക്ക് വിജയം നൽകി ഈശോ അനുഗ്രഹിച്ചത്. വിദേശത്ത് പോകാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ വിസ പ്രോസസ്സിങ്ങിനെയും നമുക്ക് ഈ ആൾത്താരയിൽ സമർപ്പിക്കാം. എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജോലിയില്ലാത്ത മക്കളെയും വീടില്ലാത്ത മക്കളെയും ജീവിതത്തിൽ വിഷമിക്കുന്നവരെയും എല്ലാവരെയും ഈ നിയോഗത്തോ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ നിയോഗങ്ങളെ ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ബോണിയുടെ സാക്ഷ്യത്തിനു വേണ്ടി നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.